ഈ ഉപവാസ സ്മരണയുടെ കൺവീനറായിട്ടുള്ള ബഹുമാനപ്പെട്ട ആന്റണി കുരുവേലിയച്ച, ഇന്ന് ഈ ഉപവാസ സമരത്തിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന കൊച്ചി രൂപതയുടെ വികാരി ജനറൽ, 2-3 ദിവസങ്ങളിലായിട്ട് കണ്ണമാലി പ്രദേശത്തും അതോടൊപ്പം തന്നെ നമ്മുടെ തീരദേശ മേഖലകളിലും നമ്മുടെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതികഠിനമായിട്ടുള്ള ക്ലേശപൂരിതമായ ജീവിതത്തെക്കുറിച്ച് യൂട്യൂബിലൂടെയും അതോടൊപ്പം തന്നെ ടിവിയിലൂടെയും ഒക്കെ കാണുന്ന കാഴ്ച കണ്ടപ്പോൾ വളരെയധികം വേദന മനസ്സിൽ അനുഭവപ്പെട്ടു. ഈ വേദന തീർച്ചയായിട്ടും എന്നേക്കാൾ ഉപരി നിങ്ങൾ ഓരോരുത്തരും പങ്കുപറ്റുന്നു എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇത്രയും വൈദികര് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നതിലൂടെ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്രകാരം ഈ വാർത്ത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പത്രത്തില് തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: കണ്ണമാലി ജനതയുടെ ദുഃഖം സഭാ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത്. തീർച്ചയാണ് സഭാ നേതൃത്വം ഏറ്റെടുത്തു എന്നുള്ളതിന്റെ കാരണം, നമ്മുടെ കണ്ണമാല ദേശത്തും അതോടൊപ്പം തീരദേശത്തും വിഷമിക്കുന്നവര് തീർച്ചയായിട്ടും സഭയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. സഭ എന്ന് വെച്ചാൽ പുരോഹിതരും മെത്രാന്മാരുമല്ല, സഭയുടെ ഏറിയ കൂറും നമ്മുടെ അൽമായ ജനതയായതുകൊണ്ട് സഭയുടെ ഹൃദയഭാഗമായ ഈ അൽമായ ജനതയുടെ വേദന തീർച്ചയായിട്ടും അത് അവർക്ക് നേതൃത്വം നൽകുന്ന അജപാലകരുടെ ഒരു വലിയ ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ടാണ് നമ്മളിത് പങ്കുചേരുന്നത്. അതുകൊണ്ട് സഭ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വത്തിക്കാൻ കൗൺസിലിന്റെ വെളിച്ചത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ മാർപ്പാപ്പമാരുടെ പുതിയ കാഴ്ചപ്പാടിലുമൊക്കെ സഭയുടെ ഏറ്റവും പ്രധാനമായ ഘടകം അൽമായ വിശ്വാസികളായതുകൊണ്ട് നമ്മുടെ അൽമായ ജനതയും അതോടൊപ്പം തന്നെ കണ്ണമാലിയിൽ വസിക്കുന്ന അതോടൊപ്പം തീരദേശങ്ങളിൽ വസിക്കുന്ന നമ്മുടെ സർവ മതത്തിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന വേദന നമുക്ക് വേദന തന്നെയാണ്. ഈ വേദനയിലുള്ള പങ്കുചേരലും അതിനുള്ള പരിഹാരവും സർക്കാരിൽ നേടിയെടുക്കുവാനായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സർക്കാർ തീർച്ചയായിട്ടും ലത്തീൻ സഭയോട് കാണിക്കുന്ന നിരന്തരമായിട്ടുള്ള ഈ അവഗണനയെ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും വിഴിഞ്ഞം സമരത്തെ കുറിച്ച് നമുക്കറിയാം. വിഴിഞ്ഞം സമരം വന്നപ്പോൾ തീർച്ചയായിട്ടും അതിനെ ഒരു അടിച്ചൊതുക്കൽ നയമാണ് സർക്കാർ അവിടെ കാഴ്ചവെക്കാനായിട്ട് ഇടവന്നത്. അവിടെ ദുരിതം അനുഭവിച്ചുകൊണ്ട് ഇന്ന് എത്രയോ മത്സ്യബന്ധനത്തിന് പോകുന്ന നമ്മുടെ സഹോദരങ്ങളാണ് ജീവിതത്തിൽ അവരുടേതായ ആ ജീവിതമാർഗം കണ്ടെത്തുവാനായിട്ട് വിഷമിക്കുന്നത്. മുതലപ്പുഴയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കടലോരങ്ങളിലും എത്രയോ മനുഷ്യരുടെ ജീവനാണ് ഇപ്രകാരം സർക്കാരിന്റെ നയപരമായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് ഇല്ലാതെയായിത്തീരുന്ന സാഹചര്യം അവിടെ ഉണ്ടായത്. നമുക്കറിയാം, നമ്മുടെ പ്രത്യേകിച്ച് ലത്തീൻ സഭയിലെ മക്കളെ കുറിച്ച് പറയുമ്പോൾ അവര് കൂടുതലും തീരദേശങ്ങളിൽ വസിക്കുന്നവരും കൂടുതൽ പേരും മത്സ്യബന്ധനത്തോട് അനുബന്ധമായ ജീവിതമാർഗം കണ്ടെത്തുന്നവരുമാണ്. ഇപ്പോൾ എനിക്ക് തൊട്ട് മുമ്പ് സംസാരിച്ച വ്യക്തി പറയുകയായിരുന്നല്ലോ, നമ്മുടെ ഇപ്പോൾ വിഴിഞ്ഞൻ തുറമുഖത്തിലേക്ക് വരുന്ന കപ്പലുകളുടെ എണ്ണം കൂടിയപ്പോഴും ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച്. കണ്ടെയ്നറുകള് കടലിലേക്ക് വീഴുന്നു. തൽഫലമായിട്ട് കടല് തീർച്ചയായിട്ടും മത്സ്യങ്ങൾക്ക് വസിക്കുവാനുള്ള ഒരു വാസസ്ഥലമല്ലാത്ത രീതിയിലായി മാറുകയും അങ്ങനെ മത്സ്യസമ്പത്ത് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഈ ട്രോളിംഗ് അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ കടലിൽ ഒഴുക്കുന്ന ഈ വിഷാംശം കലർന്ന വസ്തുക്കളുടെ ആ വലിയ ഒരു വ്യാപനം എപ്രകാരമാണ് ഇപ്രകാരം പ്രജനനം നടത്തുന്ന ഈ കാലയളവില് മത്സ്യങ്ങൾക്ക് അതോടൊപ്പം മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ജീവഹാനിയും അപകടകരമായി തീരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ സർക്കാർ രൂപപ്പെടുത്തുന്ന ഓരോരോ പുരോഗമനമായ പരിപാടികളും പലപ്പോഴും നമ്മുടെ സാധാരണക്കടയിലുള്ള ആളുകളെ വളരെയധികം ദോഷകരമായി ഭവിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന് ജനതയ്ക്ക് യഥാർത്ഥമായ സുരക്ഷിതത്വം ഉണ്ടാക്കുക എന്നുള്ള കടമയിൽ നിന്ന് പിന്നോക്കം പോകുന്ന രീതിയിലാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചതാണല്ലോ തെരുവ് നായയുടെ കടിയെക്കുറിച്ച്. എന്നാൽ തെരുവ് നായയുടെ കടിയെക്കുറിച്ച് അനേകം കുട്ടികളും മുതിർന്നവരും മരിക്കുവാനും അതോടൊപ്പം തന്നെ അപകടകരമായ ജീവിതത്തിന് ഹാനി വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ പോലും ഒരു ശരിയായ നടപടിയുമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് പലപ്പോഴും മടിക്കുന്ന രീതിയാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത്. അങ്ങ് മലയോരത്ത് നോക്കിയാലോ, അവിടെ ആനയെ ഭയന്നിട്ട് അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളെ ഭയന്നിട്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിന് പലപ്പോഴും വില കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടില് നിലനിൽക്കുന്നത്. അവിടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ക്രൈസ്തവ ബോധത്തോടുകൂടെ മനുഷ്യജീവന് ലഭിക്കേണ്ടുന്നതായിട്ടുള്ള അർത്ഥമായിട്ടുള്ള ആ പ്രാധാന്യവും അതോടൊപ്പം തന്നെ മനുഷ്യജീവൻ സംരക്ഷിക്കുവാനുള്ള എല്ലാ രീതിയിലുള്ള നടപടികളും തീർച്ചയായിട്ടും ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടുന്ന ആവശ്യമുണ്ട്. ആയതിനാല് നമ്മുടെ ഈ തീരദേശത്ത് വസിക്കുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ചെല്ലാനം ഭാഗത്ത് ടെട്രാപോഡിന്റെ ആ ഒരു കടൽഭിത്തി നിർമ്മാണം വഴിയായിട്ട് ധാരാളം അനുഗ്രഹങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് ലഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും സർക്കാർ ഇതിനുള്ള പദ്ധതികളും അതോടൊപ്പം തന്നെ അവരുടെ ബഡ്ജറ്റിൽ അതിന് അനുഗുണമായിട്ടുള്ള എല്ലാ പരിപാടികളും, പ്രത്യേകിച്ച് അതിന് ഫണ്ട് വസൂലാക്കിക്കൊണ്ട് ആ ടെട്രാപോഡിന്റെ തുടർ വ്യാപനം മറ്റ് തീരദേശത്തിന്റെ മറ്റു മേഖലകളിലേക്കും ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ മാത്രമാണ് പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ഈ ജനത അനുഭവിക്കുന്ന ഈ ക്ലേശങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സർക്കാരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഇതിനു വേണ്ടിയിട്ടുള്ള സംരംഭവുമായി ടെട്രാപോഡിന്റെ നമ്മുടെ ഈ തീരദേശം മുഴുവനുമുള്ള അതിന്റെ ക്രമീകരണത്തിലുള്ള പദ്ധതികളുമായിട്ട് മുൻപോട്ട് വരുവാനായിട്ട് സന്നദ്ധരാകണം. പ്രത്യേകിച്ച് മനുഷ്യജീവന്റെ വിലയെക്കുറിച്ച് ബോധ്യമുള്ളവരാകണം. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരായ തീരദേശവാസികളുടെ ജീവിതത്തിന് ഏത് വിധേനയും സംരക്ഷണം നൽകുവാനായിട്ട് പ്രതിജ്ഞാബദ്ധമാകണം എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വൈദികർക്കും തീർച്ചയായിട്ടും നിരവധിയായിട്ടുള്ള ഇടവകയിൽ ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ത്യാഗപൂർവകമായിട്ടാണ് മോൺസിഞ്ഞോറും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഓരോ വൈദിക ശ്രേഷ്ഠരും എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാപ്പുഴ അതിരൂപതയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ എന്റെ വരാപ്പുഴ അതിരൂപത അധ്യക്ഷന്റെ പള്ളിപ്പറമ്പിൽ പിതാവിന്റെ പേരിലുള്ള എല്ലാവിധ പ്രത്യേക ആശംസകളും നേർന്നുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വരാപ്പുഴ അതിരൂപതയിൽ കുറച്ചുകൂടി പ്രചരണം കിട്ടുന്നൊരു കേരളവാണി നേരത്തെ അയച്ചിരുന്നു. ഞാൻ ഇത്തിരി വൈകിപ്പോയതാണ് കേരളവാണി. അവിടെയൊക്കെ നമ്മുടെ സമരത്തെക്കുറിച്ച് ഒന്ന് അറിയിക്കുന്നതായിരിക്കും.